ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ മാത്സ് എക്സാം നടന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമുണ്ടായിരുന്നോ? അപ്പോൾ ആദ്യത്തെ 2 ആക്ടിവിറ്റീസ് വലിയ കുഴപ്പമില്ല. ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലവണ്ണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാൻ. ക്വസ്റ്റ്യൻ കുറച്ചൊരു നമുക്ക് പെട്ടെന്നൊരു പാടുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ഏകദേശം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ എന്താണ് ഒരു തന്നിട്ടുണ്ടല്ലേ. ഇവിടെ 90 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്, പിന്നെ ഈ 2 ആംഗിൾസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗിവൺ ബിലോ എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ദിസ് ഫിഗർ. ഈ ഫിഗറായിട്ട് റിലേറ്റഡ് ഉള്ള 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വൺ ആംഗിൾ ഇൻ ദിസ് ഫിഗർ ഈസ് മോർ ദാൻ റൈറ്റ് ആംഗിൾ. ശരിയാണ്. ഇതിൽ ഒരു ആംഗിള് പിന്നെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതിനേക്കാൾ കൂടുതലാണല്ലോ ഒരു ആംഗിള്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3 ആംഗിൾസ് ഇൻ ദ ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. അത് തെറ്റാണ്. ലെസ് ദാൻ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കുറവാണ്. അതിൽ പിന്നെ ആദ്യത്തെ ഒന്ന് 90 ഡിഗ്രിയാണ്. പക്ഷേ ഈ കോണില്ലേ, ഈ ആംഗിള് 90 ഡിഗ്രി എബോവ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ 2 ആംഗിൾസ് ഇൻ ദിസ് ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. ഇതിൽ 2 ആംഗിൾസ് ഉള്ളത് അത് 90 ഡിഗ്രിയിൽ കുറവാണ്. അത് ശരിയാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ശരി എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അത് 1, 3. 1, 3 ഉള്ളത് ഇത് 1, 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് മെഷർ ആൻഡ് റൈറ്റ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ദ ഹെബോ ഫിഗർ. അപ്പോൾ ഇത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 130. പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ വെച്ച് പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കുമ്പോൾ 130 ഡിഗ്രിയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 130 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ഡ്രോ ദ ഫിഗർ ബിലോ വിത്ത് ഗിവൺ മെഷർമെൻറ്റ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ്, ഇത് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ മൊത്തം 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ വെച്ചിട്ട്, അതായത് 5 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് നമ്മൾ 60 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച് അടയാളപ്പെടുത്തി, എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വെച്ചിട്ട് 45 ഡിഗ്രി വെക്കുക. ഇവിടെയും 45 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ പിക്ചർ ബിലോ ഹാൻഡ് ഷെയ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഇതിൽ 2Aയും 2B 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതിൽ അപ്പോൾ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും, നല്ല ഡസ്റ്റിൽ വരച്ചിട്ടുണ്ടാവും. ഷെയ്ഡൊക്കെ ചെയ്യണം, ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത 1/6 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ബിലോ ഈ ഷെയ്ഡഡ്. അതായത് 1/6 പാർട്ടാണ് ഇതിൽ ഷെയ്ഡ് ചെയ്തത്. ക്വസ്റ്റ്യൻ ഇതാണ്: 360 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ ഓഫ് ഷെയ്ഡഡ് പാർട്ട്. ഇവിടെ ഷെയ്ഡഡ് എന്നുള്ളത് എത്രയാണ്? ഷെയ്ഡഡ് പാർട്ടാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 1/6 പാർട്ടാണ്. ഒരു പാർട്ടിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് 360 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത് നോക്കൂ, 2B വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് റിലേറ്റഡ് ടു ദ ഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ഇവിടെ 108 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 108 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 108 ഡിവൈഡഡ് ബൈ 360 അത്രയായിരിക്കും അല്ലേ? ഓക്കെ, 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈ ഷെയ്ഡ് 2/10 3/8 3/5. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം, എന്നാലേ നമുക്ക് ഇത് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 108 ആകുമ്പോൾ ഇവിടെ നോക്കാം, 108 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360. അപ്പോൾ 36 കൊണ്ട് നമ്മൾ 2 ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ 108 ഡിവൈഡഡ് ബൈ 2 360 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ഡിവിഷൻ 2/2 ഡിവിഷൻ ചെയ്ത് പോയാലും നമുക്ക് ആൻസർ കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആൻസർ എത്രയാണ്? 3/10 ആണ്. ഓക്കെ, അപ്പോൾ 3/10 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 2Bൻ്റെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത് ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ് 4/9 പാർട്ട്.
അപ്പം 4/9 പാർട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4/9 നമ്മൾ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, ആദ്യം നമ്മൾ അത് ചെയ്ത് നോക്കണം. അപ്പം നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ 4/9 നമ്മൾ കാണണം. അപ്പോൾ 9ഉം 360 നമുക്ക് കട്ട് ചെയ്യാം. 4 ഇൻറ്റു 4 160 ഡിഗ്രി. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ആംഗിൾ എത്രയാണ്? 160 ഡിഗ്രിയാണ്. 4/9 പാർട്ട് എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രിയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്? ഡ്രോ എ റേഡിയസ് ഫ്രം ദ സെൻറ്റർ ടു ദ എഡ്ജ്. നമ്മളൊരു റേഡിയസ് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 160 ഡിഗ്രി എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 160 ഡിഗ്രി നമ്മൾ അളന്നിട്ട് മെഷർ ചെയ്തിട്ട് വരയ്ക്കുക. എളുപ്പമാണ്. ഇനി few apples with the same size each cut into 4 equal parts and kept in pot. കുറച്ച് ആപ്പിൾ ഉണ്ട്. ആപ്പിൾ കട്ട് ചെയ്തിട്ട് 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ വെച്ചു. സുമേഷ് took 9 pieces. How many people did സുമേഷ് get? അപ്പോൾ സുമേഷ് 9 പീസസ് ആണ് എടുത്തത്. അപ്പോൾ സുമേഷിന് എത്രയാണ് കിട്ടിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈച്ച് ആപ്പിൾ ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പീസസ് അല്ലേ. ഓരോ ആപ്പിളും 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും സുമേഷ് എടുത്തിട്ടുണ്ടാവുക? 9 പീസസ് എന്ന് പറയുമ്പോൾ 9/4 അല്ലേ. 9/4 അത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ചെയ്ത് 2 1/4 ആപ്പിൾ, അതായത് 2 ആപ്പിളും 1/4 പാർട്ടുമാണ് സുമേഷിന് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്? 2 1/4 ആപ്പിൾ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ദിയ ഗോട്ട് 3 1/4 ആപ്പിൾ. ഹൗ മെനി പീസസ് ഡിഡ് ദിവ്യ ടേക്ക്? അപ്പോൾ ദിവ്യക്ക് 3 1/4 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ 3 1/4 നമ്മൾ എന്ത് ചെയ്യും? നോർമൽ ആക്കണം. 3 ഇൻറ്റു 4 12, 12 പ്ലസ് 1 13. 13/4 ആപ്പിൾസ് ആണ് കിട്ടിയത്. അപ്പോൾ 13/4 ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 13/4 ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞാൽ 4 പീസസ് ആണ്. അപ്പോൾ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 13 പീസസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ദിവ്യക്ക് കിട്ടിയത് 13 പീസസ് ആണ്. ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ദിവ്യ ആൻഡ് സുമേഷ് ടേക്ക് ടുഗദർ? അവർ രണ്ടുപേരും എടുത്തത് എന്താണ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. 2 1/4 3 1/4 നമ്മൾ ആഡ് ചെയ്തു. എളുപ്പമാണ്. 2 നമ്പർ 2ഉം 3ഉം നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 5. ഇവിടെ 1/4 1/4 നമുക്ക് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാം. കാരണം എന്താണ്? ഡിനോമിനേറ്റർ ഒന്നാണ്. അപ്പം 1/4 1/4 ആഡ് ചെയ്തു. 5 2/4. ആ 5 2/4 നമ്മൾ എന്തായി? ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. 2ഉം 4 അല്ലേ. അപ്പോൾ 5 1/2 ആപ്പിൾസ് എന്നാക്കി. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ട്? 5 1/2 ആപ്പിൾസ് അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ നമ്മൾ 22/4 ആപ്പിൾസ് എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി. 5 1/2 ആപ്പിൾസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 14/5? 14/5നോട് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. 14/5 അപ്പം 2 ടൈംസ് ആണ്. അപ്പം 10 കിട്ടി. അപ്പോൾ 4ആണ് റിമൈനിങ്. നമ്മളെങ്ങനെ ഇത് 2 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 ഇവിടെ എഴുതി. പിന്നെ റിമൈനിങ് 4 ഇവിടെ എഴുതി. 5 ഇവിടെ എഴുതി. അപ്പോൾ 2 4 5 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വളരെ എളുപ്പമുള്ളതാണ്. ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് 1 4/20 ഈസ് അനദർ ഫോം ഓഫ് 1/4. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 4/20 അനദർ ഫോം ഓഫ് 1/5. ഓക്കെ, if both the numerator and denominator of 4/20 are divided by the same number, we will get 1/5. അപ്പോൾ നമുക്ക് നോക്കാം. 4/20 1/5 എന്ന് പിന്നെ 20ലേക്ക് ആവാൻ നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ 5 × 4 20, 1 × 4 4/2. അപ്പോൾ ഇത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. ഇനി അടുത്തത് റൈറ്റ് 2 ഫോംസ് ഓഫ് 1/2 ആൻഡ് 1/7 വിത്ത് സെയിം ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റുള്ളത്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആവണം അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്താക്കി? 1/2നെ
സെയിം ഡിനോമിനേറ്റർ 1/7 ആണല്ലോ. അപ്പം നമുക്ക് കോമൺ ഡിനോമിനേറ്റർ കാണണം. അപ്പം 2 × 7 14 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലോ 14 കിട്ടുക? 7 കൊണ്ട് ഇൻറ്റു ചെയ്താലോ 1നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 7/14. ഓക്കെ. ഇനി 1/7 നമ്മൾ 14ലേക്ക് ആക്കണമെങ്കിൽ എന്താക്കണം? ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 14 ആയത്. അപ്പോൾ ഇവിടെയും നമ്മൾ 2 കൊണ്ട് ചെയ്യണം. അപ്പം 2/14. മനസ്സിലായല്ലോ? ഇതാണ് 7/14 2/14 ആണ് ആൻസർ. ഓക്കെ. A ribbon having length of 96 centimeters is cut equally into 6 pieces. What is the length of one piece? സിമ്പിൾ ആണ്. എന്താണ്? 96 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് ഉള്ളത്. അതിനെ നമുക്ക് എന്താക്കണം? 6 പീസസ് ആയിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 6 ആണ് ആൻസർ. അതായത് 16 സെൻറ്റിമീറ്റർ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 നോക്കൂ. ഇവിടെ 5/7 അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഫ്രാക്ഷൻസ് അനദർ ഫോം ഓഫ് ഫ്രാക്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 5/7 എടുക്കാം. 5/7 നമ്മൾ എന്ത് ചെയ്തു? 5/7 നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 5/7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10/14. 10/14 എന്ന് പറയുമ്പോൾ 10/14 എന്ന് പറയുമ്പോൾ 5/7 എളുപ്പമാണ് അല്ലേ? അപ്പോൾ 10/14 ഇവിടെ ഉണ്ടോ നോക്കുക. ഓക്കെ. 5/7 10/14 ഉണ്ട്. ഇനി 2/5നെ അതേപോലെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 2 × 2 4 5 × 10 4/10 അത് ഇവിടെ ഉണ്ടോ? യെസ്, അതും ഇവിടെ ഉണ്ട്. ഇനി 6/22നെ നമ്മളിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ. 6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 3. 22 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 11. 3/11. ഓക്കെ. അപ്പം നമുക്ക് എയും ബിയും സിയും ആണുള്ളത്. എ എന്തിനോടാണ്? A2 ആണ്. A2 ആണ്. B3 ആണ്. അപ്പം അങ്ങനെ വരുന്നത് A2 B3 ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ ഫ്രാക്ഷൻ. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് ഫോം എഴുതി നോക്കാം. 42 ഡിവൈഡഡ് ബൈ 72. അപ്പോൾ നമ്മൾ രണ്ടിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 7/12 കിട്ടി. 18 ഡിവൈഡഡ് ബൈ 81. ഇത് രണ്ടിലും 9 പോകും. അപ്പോൾ നമ്മൾ അത് ചെയ്തപ്പോൾ 2/9 ആയി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 liters ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് 9 identical bottles. How many liter of coconut is there in each bottle? How much coconut oil is there in 3 such bottle? അപ്പോൾ 30 ലിറ്റർ ഓയിലുണ്ട്. അത് 9 ബോട്ടിലായിട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബോട്ടിലുള്ള എത്രയാണ്? അങ്ങനത്തെ 3 ബോട്ടിൽ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ബോട്ടിൽ എത്രയായിരിക്കും? 30 ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 9. അപ്പോൾ 30/9 ചെയ്യുമ്പോൾ 10/3 ലിറ്റേഴ്സ്. അത് നമ്മൾ 1/3 ലിറ്റേഴ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അങ്ങനത്തെ 3 ബോട്ടിലുള്ള ഇതാണ് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/3 ഇൻറ്റു 3 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻറ്റു ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനെ ഫോം മാറ്റണം. 3 × 3 9 9 + 1 10 10/3 ഇൻറ്റു 3. അപ്പോൾ 10 × 3 എന്ന് പറയുമ്പോൾ 30 30/3 ദാറ്റ് ഈസ് 10 ലിറ്റേഴ്സ്. ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Look at the picture. The large rectangular block is made by the stacking cubes of sides 2 centimeter each. How many small cubes are there in the large rectangular block? What is the volume of small cube? What is the volume of the large rectangular block in cubic centimeter? അപ്പോൾ ഇവിടെ ബ്ലോക്ക് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 2 ക്യൂബ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ നോക്കണം അല്ലേ? അപ്പം നമുക്കറിയാം ലെങ്ത് എന്ന് പറയുന്നത് 4 ക്യൂബാണുള്ളത് അല്ലേ? ഇവിടെ എണ്ണി നോക്കി ഓരോ ക്യൂബ് വെച്ച് നമ്മൾ എണ്ണി നോക്കി. ലെങ്ത് 4 ക്യൂബാണ്. വിഡ്ത്ത് 3 ക്യൂബാണ്. ഓക്കെ. വിഡ്ത്ത് എത്രയാണ്? 1 2 3 3 ക്യൂബാണ്. ഹൈറ്റ് 4 × 3 × 2 അപ്പോൾ 24 ക്യൂബ്സ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് സ്മോൾ ക്യൂബ്? അപ്പോൾ സൈഡ് ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം 2 × 2 × 2 അപ്പോൾ 8 സെൻറ്റിമീറ്റർ ക്യൂബാണ്. വോളിയം ഓഫ് ലാർജ് റെക്ടാങ്കുലർ ബ്ലോക്ക്. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 24 ക്യൂബ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിനെ നമ്മൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 192 ക്യൂബിക് മീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് the length and width of a tank is 2 meters each. The tank contains 12,000 liters of water. What is the height of the tank in meters? Okay. Length into width into
ഹൈറ്റ് എന്ന് പറയുമ്പോൾ 80 ഇൻറ്റു 20 ഇൻറ്റു 25. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 40,000 ലിറ്റേഴ്സ് കിട്ടും. 40,000 കുബിക് സെൻറ്റിമീറ്റർ കിട്ടും. അതിനെ നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 ലിറ്റേഴ്സാണ് നമുക്ക് കിട്ടുക. ഇനി വോളിയൂം ഓഫ് എ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈഡ് ക്യൂബാണ്. 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ, 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. ഓക്കെ, അറിയാം 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഓക്കെ 1000 ക്യൂബിക്കാണ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ലിറ്റർ കിട്ടും. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ ദ അക്വാറിയം? അക്വാറിയത്തിലുള്ള എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം 40,000 ആണ് കപ്പാസിറ്റി ഓഫ് അക്വാറിയം. അതിൽ നിന്ന് വാട്ടർ വോളിയം എത്ര ഉള്ളത്? 1000 ആണെന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചു. അപ്പോൾ 39,000 കിട്ടി. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്തു. 39,000 ഡിവൈഡഡ് ബൈ 1000 ദാറ്റ് ഈസ് 39 ലിറ്റേഴ്സ്. എത്ര ലിറ്ററിലാണെന്ന് ചോദിച്ചതിനെ കൊണ്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ എളുപ്പമായിരുന്നോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.